പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇടനാട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉപദ്വീപ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇരവികുളം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പെരിയാർ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പരുത്തിത്തുണി വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജാർഖണ്ഡ്. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിനാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പച്ചക്കറി കർഷകൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടം. കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്നാർ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കോവാക്സിൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി ആണ് പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രോജക്ട് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് പോത്തുകൽ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉത്തര മഹാസമതലം. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചാലക്കുടി പുഴ. ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം? ആൻസർ ഓപ്ഷൻ എ ആണ് പൂക്കോട്ട് തടാകം. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല? ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് കെ കേളപ്പൻ. സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നവ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പോലീസ് ആണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് തന്നിട്ടുള്ളതിൽ. രവികുമാർ ദഹിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്പോർട്സ്. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡിയാത്രയോട് കൂടി ആരംഭിച്ച പ്രക്ഷോഭം? ആൻസർ ഓപ്ഷൻ എ ആണ് സിവിൽ ആജ്ഞ ലംഘനം. കോട്ടയത്തെ രാജാവായിരുന്നു? ഓപ്ഷൻ ഡി ആണ് പഴശ്ശി രാജാവ്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മലബാർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനിയാണ് EV രാമസ്വാമി നായ്ക്കർ. ഓപ്ഷൻ എ ആണ് EV രാമസ്വാമി നായ്ക്കർ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിന്റെ ജന്മസ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യ വൈകുണ്ഠസ്വാമി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4A. ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ്? ഓപ്ഷൻ ബി ആണ് രാമകൃഷ്ണ മിഷൻ. ബേലൂർ മഠം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ.
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് CP രാമസ്വാമി അയ്യർ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആര്യ പള്ളം. സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ടുകൾ കാണുന്നത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് മുംബൈ. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡാണ് പ്ലാസ്റ്റിക് മണി എന്ന് അറിയപ്പെടുന്നത്. ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? ആൻസർ ഓപ്ഷൻ എ ആണ് IBRD. ലോക ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 2 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രി. ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വെള്ളനാട്. ശരിയായ ജോഡി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. അതാണ് ശരിയായിട്ടുള്ള ജോഡി. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സ്രവം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് മാപ്പിളപ്പാട്ടുകൾ. തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡേവിസ് കപ്പ് ബാഡ്മിന്റൺ. അതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള ജോഡി നെഹ്റു ഗോൾഡ് കപ്പ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ആഗാഖാൻ കപ്പ് ഹോക്കി. ഈയിടെ അന്തരിച്ച അകിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പരിസ്ഥിതി. മെയ് 2021 കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടൗട്ടെ. OTTയുടെ പൂർണ്ണരൂപം? ആൻസർ ഓപ്ഷൻ എ ആണ് ഓവർ ദി ടോപ്പ്. OTTയുടെ പൂർണ്ണരൂപമാണ് ഓവർ ദി ടോപ്പ്. കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ആൻസർ ഓപ്ഷൻ സി ആണ് 49 വർഷം. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് ചെറുകുടൽ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകം? ആൻസർ ഓപ്ഷൻ സി ആണ് ജീവകം എ. സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പവിത്ര. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആന. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്ലൂക്കോസ്. കേരളത്തിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല? ആൻസർ ഓപ്ഷൻ ഡി ആണ് കോഴിക്കോട്. താഴെ പറയുന്നതിൽ കോവിഡ് വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ജോൺസൺ ആൻഡ് ജോൺസൺ. അറ്റോമിക നമ്പർ 13 മാസ് നമ്പർ 22 ആയ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 9. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കാൽസ്യം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം? ആൻസർ ഓപ്ഷൻ സി ആണ് അൽനിക്കോ.
താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മൈക്രോഫോൺ. കാറ്റനൈസേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാർബൺ. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം 5 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആസ്ട്രോസാറ്റ്. 2020 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയം? ആൻസർ ഓപ്ഷൻ സി ആണ് തമോഗർത്തം. ലോകാരോഗ്യ സംഘടന വസൂരി രോഗനിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1980 മെയ് 8. കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം സി. ബാക്കിയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ജീവകം എ, ജീവകം ഡി, ജീവകം കെ ഇതെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നു. വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇൻഫ്ലുവൻസ. കുരങ്ങുപനിയായി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ലോക കൈ കഴുകൽ ദിനം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഒക്ടോബർ 15 ആണ് ലോക കൈ കഴുകൽ ദിനം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് പൂന. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. DPT അഥവാ ട്രിപ്പിൾ ആന്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിൻ ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അർബുദം, പ്രമേഹം, പക്ഷാഘാതം. ഇത് മൂന്നും ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. അർബുദം, പ്രമേഹം, പക്ഷാഘാതം. കേരള സർക്കാരിന്റെ അവയവദാന പരിപാടി? ആൻസർ ഓപ്ഷൻ സി ആണ് മൃതസഞ്ജീവനി. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്? ഓപ്ഷൻ എ അമൃതം ആരോഗ്യം. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗം പരിഹരിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീമതി വീണ ജോർജ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരളം. TPRന്റെ പൂർണ്ണരൂപം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. TPR ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. 2021 ലോകാരോഗ്യ ദിന സന്ദേശം? ആൻസർ ഓപ്ഷൻ എ ആണ് ബിൽഡിംഗ് എ ഫെയറർ ഹെൽത്തിയർ വേൾഡ്. 80 ചോദ്യം GK ആയിരുന്നു. അടുത്ത 20 ചോദ്യം മാത്സ് ഭാഗത്ത് നിന്നുള്ളതാണ്. താങ്ക് യു.